നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ 16 എന്നുള്ള ഒരു വിവരം, ഏറ്റവും പുതിയ വിവരം വരുന്നു. വധശിക്ഷയ്ക്ക് വിധിച്ച മലയാളി നിമിഷപ്രിയയുടെ ശിക്ഷ ജൂലൈ 16 തന്നെ നടപ്പാക്കും. അത് യമനിലെ ജയിലിൽ വച്ചാകും ഈ വധശിക്ഷ നടപ്പാക്കുക. ഇത് സംബന്ധിച്ച നോട്ടീസ് പബ്ലിക് പ്രോസിക്യൂട്ടർ ജയിൽ അധികൃതർക്ക് കൈമാറി എന്ന വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്നത്. ബൽറാം നെടുങ്ങാടി വീണ്ടും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, നേരത്തെ നമ്മൾ MP യോട് സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു, ഈ ഒരുപാട് ശ്രമങ്ങൾ, വലിയ വെല്ലുവിളികളുണ്ട്. നേരത്തെ ബൽറാം പറഞ്ഞതുപോലെ തന്നെ നയതന്ത്ര ബന്ധങ്ങളില്ലാത്ത യമനിലാണെങ്കിൽ പലപ്പോഴും ഈ നേതൃത്വത്തിലൊക്കെ തന്നെ വലിയ അസ്ഥിരത നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ നടപടികളൊക്കെ തന്നെ വലിയ വെല്ലുവിളികളും പ്രതിസന്ധികളും നിറഞ്ഞതായിരുന്നു. എന്നിട്ട് പോലും പതറാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ ഇങ്ങനെയൊരു വാർത്ത വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, നിമിഷപ്രിയയുടെ അമ്മയുൾപ്പെടെയുള്ള എല്ലാവർക്കും വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ്. അത് വല്ലാതെ നിരാശപ്പെടുത്തുന്നുമുണ്ട് ഇങ്ങനെ ഒരു വിവരം വരുമ്പോൾ. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ 10 ദിവസത്തിനുള്ളിൽ, 10 ദിവസം പോലും ഉണ്ടോ? ജൂലൈ 16 തീയതിയാണ്, 10 ദിവസമില്ല, യഥാർത്ഥത്തിൽ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ആദ്യം എത്തട്ടെ, അത് കഴിഞ്ഞ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാമെന്നുള്ളത് തന്നെയായിരിക്കും ഇപ്പോൾ തീരുമാനമല്ല. സ്മിത, ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട അത് കൂടുതൽ സങ്കീർണമാക്കുന്നത് യമനിലെ ഭരണതലത്തിലുള്ള അസ്ഥിരത എന്നുള്ളതും ഒപ്പം തന്നെ യമനിലുമായി നയതന്ത്ര ബന്ധം ഇന്ത്യക്കില്ല എന്നുള്ള സാഹചര്യവുമാണ്. ഇത്തരത്തിൽ നിമിഷപ്രിയയുടെ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നത് ഈ ഒരു അവസ്ഥ തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മലയാളികൾ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുന്നതിനായി ഒത്തുചേരുകയും അതിനായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ധനസമാഹരണം അടക്കമുള്ള സാധ്യതകൾ അതിനുവേണ്ടി തേടുകയുമായിരുന്നു. ഇതിനായി സാമുവൽ ജെറോം എന്ന യമനിലുള്ള ഇന്ത്യൻ പൗരൻ ആണ് ഈ വിഷയത്തിൽ നേരിട്ടുള്ള ഇടപെടലുകൾ യമനിൽ നടത്തിയത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ കുടുംബാംഗങ്ങളുമായി, കൊല്ലപ്പെട്ട യമനി പൗരൻ്റെ കുടുംബാംഗങ്ങളുമായുള്ള ചർച്ചകൾ ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ ഉണ്ടായത്. തലാൽ അബ്ദു മഹ്ദിയുടെ കുടുംബാംഗങ്ങളുമായി സാമുവൽ ജെറോം ഈ ബ്ലഡ് മണിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അല്പസമയം മുമ്പ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനം ആയിരിക്കുന്നു, നിർദ്ദേശം നൽകിയിരിക്കുന്നു പ്രോസിക്യൂട്ടർ ജയിൽ അധികൃതർക്ക് എന്നുള്ള വിവരം വരുന്നത്. സാമുവൽ ജെറോം തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതും. തുടർന്ന് ജയിൽ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അവരും ഇക്കാര്യം സ്ഥിരീകരിച്ചു എന്നാണ് സാമുവൽ ജെറോം അറിയിക്കുന്നത്. തുടർന്ന് അദ്ദേഹം യമനിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. നേരിട്ടെത്തി ഈ യമനി പൗരന്റെ കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ജൂലൈ 16 വധശിക്ഷ നടപ്പാക്കാനാണ് ജയിൽ അധികൃതർക്ക് പ്രോസിക്യൂട്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനു മുമ്പായി യമനീസ് പൗരന്റെ കുടുംബാംഗങ്ങളെ ഈ ബ്ലഡ് മണിയുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകൾ നടത്തി അവരെ ഇതിന് സമ്മതിപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് തനിക്ക് മുന്നിലുള്ളത് എന്നാണ് ജെറോം അറിയിക്കുന്നത്. അതിനായുള്ള ശ്രമങ്ങൾ തുടർന്നും നടത്തും എന്നുമാണ് സാമുവൽ ജെറോം വ്യക്തമാക്കുന്നത്. സ്മിത. ബൽറാം നെടുങ്ങാടിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്കാണ് വെള്ളിടി പോലെ ഈ വാർത്ത എത്തുന്നത്. നിയമ നടപടികൾ തുടരട്ടെ. അധികം ദിവസമില്ലെങ്കിൽ പോലും ആ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ഒരു വഴി തെളിയുമെന്ന പ്രതീക്ഷ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്.